18 അടി ഉയരത്തിലൊരു ഭീമൻ റോക്കറ്റ് കാണാം. തിരുവനന്തപുരത്തെ ഒരു സ്കൂളിലാണ് GSLV മാർക്ക് 3 റോക്കറ്റിന്റെ മാതൃക നിർമ്മിച്ചിരിക്കുന്നത്. ഈ റോക്കറ്റിനുള്ളിൽ കയറുന്നതിനും ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങളെ കണ്ടറിയുന്നതിനുമുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. റിപ്പോർട്ടിലേക്ക്. നേതൃത്വത്തിൽ 18 അടി ഉയരത്തിലുള്ള റോക്കറ്റ് ഇവിടെ നിർമ്മിച്ചത്. ഒരു മാസം കൊണ്ടാണ് ഈ റോക്കറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇരുമ്പ് കമ്പികളും ലോഹത്തകിടുകളും മറ്റ് നിർമ്മാണ സാമഗ്രികളും ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. പാലോട് ബിൽഡിംഗ് വർക്ക്ഷോപ്പിലെ പണികൾ തീർത്തതിനു ശേഷം സ്കൂളിലെത്തിച്ച റോക്കറ്റ് ക്രെയിനിന്റെ സഹായത്തോടെയാണ് ഇവിടെ സ്ഥാപിച്ചത്. റോക്കറ്റിന്റെ ഉൾവശത്ത് ഇന്ത്യയുടെ ഇതുവരെയുള്ള ബഹിരാകാശ നേട്ടങ്ങളുടെ ചിത്രങ്ങളും വിവരണങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. കുട്ടികളിലെ ശാസ്ത്രാഭിമുഖ്യം വളർത്തുക, ഒരു വിജ്ഞാന സമൂഹത്തെ വാർത്തെടുക്കുക എന്നിവയായിരുന്നു ഇതിന് പിന്നിലെ ലക്ഷ്യം. ഈ റോക്കറ്റിൽ ചന്ദ്രയാൻ 1 തൊട്ട് ചന്ദ്രയാൻ 3 വരെയുള്ള എല്ലാ വിവരങ്ങളും ഫോട്ടോസും എല്ലാം ഉണ്ട്. ഞങ്ങൾ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു റോക്കറ്റ് ഞങ്ങളുടെ സ്കൂളിന്റെ മുമ്പിൽ ഉണ്ടാകുമെന്ന്. ഇതിനുള്ളിൽ കയറാനും ഇതിലുള്ള കാഴ്ചകളെല്ലാം കാണാൻ നല്ല രസമുണ്ട്. എല്ലാവർക്കും റോക്കറ്റ് ഇഷ്ടമായി. ഞങ്ങൾ ടിവിയിലും വാർത്തയിലും മാത്രമേ ഇങ്ങനത്തെ റോക്കറ്റ് എല്ലാം കണ്ടിട്ടുള്ളൂ. സ്കൂൾ പ്രഥമാധ്യാപിക AS സാജിദ, സയൻസ് ക്ലബ് കൺവീനർ ആദർശ് എംപി എന്നിവരുടെ ശ്രമഫലമാണ് ഈ കൂറ്റൻ റോക്കറ്റിന്റെ നിർമ്മാണത്തിന് പിന്നിൽ. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് സാധാരണ റോക്കറ്റൊക്കെ പല കുട്ടികളും നിർമ്മിച്ചുകൊണ്ട് വന്നു. അപ്പൊ ഇത്തവണ കുട്ടികളുടെ ആഗ്രഹം നമ്മുടെ സ്കൂളിൽ ഇത്തരത്തിലുള്ള ഒരു റോക്കറ്റ്, അപ്പൊ അവർക്ക് റോക്കറ്റ് നേരിൽ കണ്ടിട്ടുണ്ട്, മോഡലൊക്കെ അവർ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് ഇത്രയും വലിപ്പത്തിലും ഉയരത്തിലും ചെയ്താൽ മാത്രമേ അവർക്ക് റോക്കറ്റിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റൂ. അപ്പൊ അത്തരത്തില് ഒരു കുട്ടി റോക്കറ്റിനകത്ത് കയറിയാൽ പുറമേ നിന്ന് കാണുന്നതിന് വേണ്ടിയാണ് ഈ റോക്കറ്റിൽ തന്നെ ഫ്രണ്ട് ഏരിയ ഒരു ഗ്ലാസ് പോർഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് അതിൻ്റെ അകത്ത് കയറിയാൽ മറ്റൊരാൾക്ക് കയറിയാൽ കാണാൻ സാധിക്കും. ആ തരത്തിലാണ് ഇതുണ്ടാക്കിയത്. അവരുടെയും കൂടി വലിയൊരു ആഗ്രഹമായിരുന്നു ഇത്തരത്തിലൊരു റോക്കറ്റ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇത് വളരെയധികം കൗതുകമാണ് കുട്ടികൾക്കുണ്ടായത്. ഇത് ഓരോ ദിവസവും അവർക്ക് വലിയ വലിയ ചിന്തകൾ ഇതിൽ നിന്നുണ്ടായി. തിരുവനന്തപുരം ISROയിലെ ഉദ്യോഗസ്ഥർ സ്കൂളിൽ സന്ദർശനം നടത്തുകയും വിദ്യാർത്ഥികളിലെ ശാസ്ത്രാഭിമുഖ്യം വളർത്തുന്നതിന് ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട ഒരു എക്സിബിഷൻ സ്കൂളിൽ നടത്തുവാനും തീരുമാനമായിട്ടുണ്ട്. ISROയുമായി ബന്ധപ്പെട്ട് അത് വലിയൊരു നേട്ടമാണ്. കാരണം നമ്മുടെ ഒരു ചെറിയ LP സ്കൂളിനെ സംബന്ധിച്ചപ്പോൾ ISRO എന്നൊക്കെ വിളിക്കുകയും അവരുടെ നാഷണൽ സ്പേസ് ഡേ ഇവിടെ വെച്ച് നടത്താമെന്ന് പറയുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. നഗരത്തിലെ സംസാര വിഷയം ഇപ്പോൾ ഈ റോക്കറ്റാണ്. ഇനി റോക്കറ്റിൽ കയറാൻ ആഗ്രഹമുള്ളവർ നേരെ ഇവിടേക്ക് വന്നോളൂ. GSLV റോക്കറ്റിൽ കയറി സെൽഫിയും എടുത്ത് ബഹിരാകാശ നേട്ടങ്ങൾ മനസ്സിലാക്കി ഇവിടെ നിന്ന് മടങ്ങാം. സത്യരാജ്, DD ന്യൂസ്, തിരുവനന്തപുരം.